അങ്ങനെ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് റെഡിയായി നേരെ പോയത് കാക്കനാട്ടേക്കാണ്. അവിടെ നിന്ന് എന്റെ സുഹൃത്തിന് ഒരു റീൽ എടുക്കണമായിരുന്നു. അതിനായി അവളെയും കൂട്ടി രാവിലെ 7 മണിക്ക് നേരെ പോയത് അവണങ്കോട് സരസ്വതി ക്ഷേത്രത്തിലേക്കാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തുള്ള പുരാതനമായ ഒരു ക്ഷേത്രമാണിത്. അക്ഷരദേവതയായ സരസ്വതി കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. അമ്പലത്തിന്റെ ഗേറ്റിൽ വന്ന് ഷൂ ഒക്കെ അഴിച്ചുവെച്ച് അകത്തേക്ക് കയറിയതും തൊട്ടുമുകളിലൂടെ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നത് കണ്ടു. എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ വിമാനം തൊട്ടുതലോടി പറന്നിറങ്ങുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതൊരു വല്ലാത്ത എക്സൈറ്റിംഗ് അനുഭവമായിരുന്നു. അമ്പലത്തിന് ചുറ്റും നല്ല പച്ചപ്പുല്ല് വിരിച്ചിട്ടുണ്ട്. അവിടുത്തെ അന്തരീക്ഷം തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്നുണ്ടായിരുന്നു. അമ്പലക്കുളത്തിന്റെ പണി നടക്കുകയായിരുന്നു. കുറച്ചു സമയം അവിടെ ചെലവഴിച്ച ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. വാതിൽ തുറന്നപ്പോൾ നൗഫലിന്റെ കൂട്ടുകാരി മൈമൂന വാതിലിൽ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അകത്ത് നോക്കിയപ്പോൾ നൗഫൽ നല്ല ഉറക്കമാണ്. അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനും റെഡിയായി നേരെ ഓഫീസിലേക്ക് പോയി. വൈകുന്നേരം ചായ കുടിക്കാൻ പതിവ് പോലെ ചായ് ഹട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു കോഫിയും എടുത്ത് പാർക്കിങ്ങിൽ വന്നിരുന്നു. കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആകാശത്തുകൂടി ഒരു കൂട്ടം കിളികൾ ക്യാമ്പസിനുള്ളിലേക്ക് പറന്നു പോകുന്നത് ശ്രദ്ധിച്ചത്. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് അവരും മടങ്ങുകയാണെന്ന് തോന്നി. രാത്രിയായപ്പോഴാണ് അറിഞ്ഞത് പോപ്പൈസ് 699 രൂപയ്ക്ക് 24 പീസ് ചിക്കൻ വിങ്സ് കിട്ടുമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു. അവിടെ ചെന്നപ്പോൾ ക്ലാസിക് ഫ്ലേവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് മതി എന്ന് കരുതി ഓർഡർ ചെയ്തു. അംഗം തുടങ്ങി. 24 പീസ് ഉള്ളതുകൊണ്ടുകൂടെ ഒരാളെയും കൂട്ടിയിരുന്നു. ഞങ്ങളത് മുഴുവൻ കഴിച്ചു തീർത്തു. ഭക്ഷണം കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് വന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നേരത്തെ തീർന്നു. ഓക്കെ, ബൈ.